ഹായ് മക്കളെ, നമസ്കാരം. നമുക്കൊരു ആസ്വാദനക്കുറിപ്പ്, നമ്മുടെ വംശം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് ഒന്ന് സെറ്റാക്കുന്ന സെക്ഷനാണ്. പരീക്ഷയ്ക്ക് ആ പാഠഭാഗത്തു നിന്നുള്ള കുറച്ച് ടോപ്പിക്കുകളൊക്കെ ടോപ്പിക്കുകളല്ല കുറച്ച് വരികളൊക്കെ തന്നതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ആ കവിതയെക്കുറിച്ചുള്ള ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് ഉപന്യാസത്തിൽ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആസ്വാദനക്കുറിപ്പ് എഴുതുക, വംശം എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെ തയ്യാറാക്കാം? അതിരാവിലത്തെ വിശപ്പിനെ ശമിപ്പിക്കാൻ പ്രാതൽ തേടി വന്ന ഒരു ഉറുമ്പിനെ നോക്കി അതിൻ്റെ പ്രവൃത്തികളെ ആകാംക്ഷയോടെ വർണ്ണിക്കുകയാണ് കവി. അടുപ്പിൻ്റെ പാതകത്തിൽ തെറിച്ച തേങ്ങാത്തരി ഒരു പൂവ് പോലെ തൻ്റെ കൊമ്പിൽ എടുത്തുയർത്തി ചന്തത്തിൽ 6 കാലുകളും കൊണ്ട് ധൃതിയിൽ നടന്നു പോകുന്ന ഉറുമ്പിൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയാണ് ഇവിടെ. പെരുമഴക്കാലത്ത് തൻ്റെ കൂട്ടുകാരും ഒരുമിച്ച് രുചിയോടെ കഴിക്കാനുള്ള കരുതലുകളാണ് ഇവയെല്ലാം. ഇനി വരാൻ പോകുന്ന മഴക്കാലത്ത് ഭക്ഷണത്തിന് മുട്ടുണ്ടാകുന്ന സമയത്ത് തനിക്കും തൻ്റെ കൂടെയുള്ള എല്ലാവർക്കും രുചിയോടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാൻ പോവാണ്. എണ്ണ തിളങ്ങുന്ന ആ മുഖത്തിന് അധ്വാനത്തിൻ്റെ ഗൗരവവും എള്ളുപോലെ മെലിഞ്ഞ ശരീരത്തിന് എന്ത് മനോഹാരിതയുമാണ് കാണുന്നത് എന്ന് കവി പറയുന്നു. എണ്ണ തിളങ്ങുന്ന ഉറുമ്പിൻ്റെ മുഖം, അതുപോലെ എള്ളുപോലെ മെലിഞ്ഞ ശരീരം, അതിൻ്റെ ഭംഗി എന്ത് ചെയ്യുന്നു? കവിയോട് വർണ്ണിക്കുന്നു. ഉറുമ്പിൻ്റെ നേർത്ത ഇടുപ്പുകൾക്ക് എന്ത് മനോഹാരിതയാണ്! അതിൻ്റെ കടുത്ത അധ്വാനഭാരം കൊണ്ടോ നിരന്തരമായ നൃത്ത ചുവടുകൾ കൊണ്ടുമാണോ ഇത്രയും മെലിഞ്ഞ ഇടുപ്പുകൾ സ്വന്തമായത് എന്ന് കവി ആശ്ചര്യപ്പെടുന്നു. നിരന്തരമായിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ടാണോ, ഇനി അതല്ല നൃത്തം ചെയ്യുന്നത് കൊണ്ടാണോ ഇതിന് ഇത്തരത്തിലൊരു ഭംഗിയുള്ള ഇടുപ്പുണ്ടായത് എന്ന് കവി ചിന്തിക്കുന്നു. ഇത്രയും ഭംഗി ആർക്കാണുള്ളത് എന്ന് കവി ചോദിച്ചു പോകുന്നു. ഉറുമ്പിൻ്റെ ഏറ്റവും ലളിതവും ചെറുതുമായ രൂപത്തെ മനോഹരമായി ഒരു മരത്തിലെന്നോണം കൊത്തിവെക്കാൻ തൻ്റെ വേര് ദാഹിക്കുന്നുവെന്ന് കവി പറയുന്നു. തൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കണം എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഉറുമ്പിൻ്റെ ജീവിതത്തെ തൻ്റെ ജീവിതത്തിലേക്ക് മാതൃകയാക്കണമെന്ന് കവി പറയുന്നു. രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ വേല ചെയ്ത് തന്നെ മരിച്ചു പോകുന്ന നിന്നെ തുടച്ചു നീക്കുന്നത് തന്നെ പാപമാണെന്ന് കരുതി പോവുകയാണ് കവി. ഈ ഉറുമ്പിനെ ഒരു തുടയ്ക്കലിലൂടെ ഇല്ലാതാക്കുന്നത് പോലും തെറ്റായി മാറും. കാരണം രാപ്പകലെന്ന് വ്യത്യാസമില്ലാതെ ഉറുമ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടും കടന്ന് തൊടിയും കടന്ന് തനിക്ക് പ്രതിബന്ധമായി നിന്ന എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറിപ്പോകുന്ന ഉറുമ്പിൻ്റെ പ്രയാസങ്ങളെല്ലാം ഒരു പ്രയാസമേ അല്ല എന്ന മട്ടിൽ മുന്നോട്ട് പോവുകയാണ് ആ പാപം ചുമട്ടുകാരി. കവി ഉറുമ്പിനെ വളരെ സൂക്ഷ്മമായി ആവിഷ്കരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഏറ്റവും ചെറുതായിരിക്കുന്നതിൻ്റെ ജീവിതം നൽകുന്ന ഭംഗി, മനോഹാരിത നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ഏതിൻ്റെ ആസ്വാദനക്കുറിപ്പ്? വംശം എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ്. നോക്കുക, അതിരാവിലത്തെ വിശപ്പിനെ ശമിപ്പിക്കാൻ പ്രഭാത ഭക്ഷണം തേടി വന്ന ഒരു ഉറുമ്പിനെ നോക്കി അതിൻ്റെ പ്രവൃത്തികളെ ആകാംക്ഷയോടെ വർണ്ണിക്കുകയാണ് കവി. എന്തൊക്കെയാണെന്ന് അതിൻ്റെ ഓരോ പ്രവൃത്തികൾ എന്ത് ചെയ്യാണ്? വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. അടുപ്പിൻ്റെ പാതകത്തിൽ തെറിച്ച തേങ്ങാത്തരി ഒരു പൂവ് പോലെ തൻ്റെ കൊമ്പിൽ എടുത്തുയർത്തി ചന്തത്തിൽ 6 കാലുകളും കൊണ്ട് ധൃതിയിൽ നടന്നു പോകുന്ന ഉറുമ്പിൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയാണ് ഇവിടെ. പെരുമഴക്കാലത്ത് തൻ്റെ കൂട്ടുകാരും ഒരുമിച്ച് രുചിയോടെ കഴിക്കാനുള്ള കരുതലുകളാണ് ഇവയെല്ലാം. എണ്ണ തിളങ്ങുന്ന ആ മുഖത്തിന് അധ്വാനത്തിൻ്റെ ഗൗരവവും എള്ളുപോലെ മെലിഞ്ഞ ശരീരത്തിന് എന്ത് മനോഹാരിതയുമാണ് കാണുന്നത് എന്ന് കവി പറയുന്നു. ഉറുമ്പിൻ്റെ നേർത്ത ഇടുപ്പുകൾക്ക് എന്ത് മനോഹാരിതയാണ്! അതിൻ്റെ കടുത്ത അധ്വാനഭാരം കൊണ്ടോ നിരന്തരമായ നൃത്ത ചുവടുകൾ കൊണ്ടുമാണോ ഇത്രയും മെലിഞ്ഞ ഇടുപ്പുകൾ സ്വന്തമായത് എന്ന് കവി ആശ്ചര്യം തൂകുന്നു. ഇത്രയും ചാരുത ആർക്കാണുള്ളത് എന്ന് കവി ചോദിച്ചു പോകുന്നു. ഉറുമ്പിൻ്റെ ഏറ്റവും ലളിതവും ചെറുതുമായ രൂപത്തെ മനോഹരമായി ഒരു മരത്തിലെന്നോണം കൊത്തിവെക്കാൻ കവിയുടെ മനസ്സാഗ്രഹിക്കുന്നു. എന്നുദ്ദേശിച്ചത് എന്താണ്? തൻ്റെ ജീവിതത്തിൽ ഉറുമ്പിൻ്റെ ജീവിതം മാതൃകയാക്കണമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ വേല ചെയ്ത് തന്നെ മരിച്ചു പോകുന്ന ആ ഉറുമ്പിനെ തുടച്ചു നീക്കി കൊന്നുകളയാൻ പോലും കവിക്ക് മനസ്സ് വരുന്നില്ല. വീടും കടന്ന് തൊടിയും കടന്ന് തൻ്റെ മുന്നിൽ തടസ്സങ്ങളായി നിന്ന എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറിപ്പോകുന്ന ആ ഉറുമ്പിന് ഒന്നും പ്രയാസമായിട്ട് കാണുന്നില്ല.
കവി ഉറുമ്പിനെ വളരെ സൂക്ഷ്മമായി ആവിഷ്കരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഏറ്റവും ചെറുതായതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സെറ്റാണല്ലോ. ഓക്കെ, താങ്ക് യു.